ഒരു പ്രാപഞ്ചിക വീക്ഷണമുണ്ട്. ഈ യുക്തിവാദ സംഘടനകൾക്ക്, മതനിരാസ പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് മതത്തെ എതിർക്കുമ്പോൾ ബദലായി സമൂഹത്തിന് സമർപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഫ്രെയിമുണ്ടോ? ഒരു സാമൂഹികമായ ചുറ്റുപാടുണ്ടോ? ഒരു ജീവിതമായ വീക്ഷണമുണ്ടോ? വിശുദ്ധമായ ഇസ്ലാമിന്റെ വീക്ഷണം എന്നുള്ളത് ഈ പ്രപഞ്ചം മുഴുവനും ഏകനായ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അനന്ത്യനീലിമയാർന്ന ആകാശത്തെയും അതിന് ചാരുത പകരുന്ന താരപഥങ്ങളെയും ആർത്തലക്കുന്ന സപ്തസാഗരങ്ങളെയും കളാകളാരവന്നുഴക്കി ഒഴുകുന്ന നദീതടങ്ങളും കളകൂചനം നടത്തുന്ന പക്ഷികളും പറവകളും താരവും തരുവും പൂവും പൂമ്പാറ്റയും പൂമ്പടിയും തുടങ്ങി മനുഷ്യനും മനുഷ്യേതര ജന്തുജാലങ്ങളും സർവ സൃഷ്ടി പ്രപഞ്ചമഖിലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതെല്ലാം അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. വാനഭുവനങ്ങളിലുള്ള സർവചരാചരങ്ങളും മാഫിസമാവാത്തി വല്ലർന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. സാധാരണഗതിയിൽ വിവേചന ശേഷിയില്ലാത്ത സൃഷ്ടിജാലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് മാ യുസബ്ബിഹുലഹു മാഫിസമാവാത്തി വല്ലർദ്. ആകാശഭൂമികളിലുള്ള സർവചരാചരങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഈ പ്രപഞ്ചത്തിന്റെ താളത്തിന്റെ പേരാണ് ഇസ്ലാം. ഇട്ടാവട്ടത്ത് ജീവിക്കുന്ന അതിവിശാലമായ എത്രയോ ഗാലക്സികളുള്ള അതിപ്രവിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോണിലുള്ള ഭൂമിയിലെ 1/3 മാത്രം താമസിക്കുന്ന മനുഷ്യരിലെ ഒരു വിഭാഗത്തിന്റെ ഹൃദയത്തിലുള്ള വികാരത്തിന്റെ പേരല്ല ഇസ്ലാം എന്നുള്ളത്. മറിച്ച് പ്രവിശാലമായി പ്രപഞ്ചത്തിന്റെ സ്വച്ഛന്തമായ ഭാവത്തിന്റെ, സ്ഥായിയായ ഭാവത്തിന്റെ, അന്തർലീനമായി കിടക്കുന്ന താളത്തിന്റെ പേരാണ് വിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിലേക്കാണ് ലോക ജനതയെ നാം ക്ഷണിക്കുന്നതും ലോക ജനതയ്ക്ക് വിശുദ്ധമായ ഇസ്ലാം വഴി കാണിക്കുന്നതും. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ആരാണോ, ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി ഒരുക്കിയവൻ ആരാണോ, നമ്മളാരും അഭ്യർത്ഥിക്കാതെ അതിമനോഹരമായ ശാരീരികമായ ഘടനയോടുകൂടെ നമ്മളെ സൃഷ്ടിച്ച ഏകനായ ഇലാഹാകുന്ന ശക്തി ആരാണോ, അവന് വിധേയപ്പെടുക എന്നുള്ളതും അവനോട് നന്ദിയുള്ളവരായി തീരുക എന്നുള്ളതും ആ നന്മയുടെ പ്രഭവ കേന്ദ്രത്തെ തിരിച്ചറിയുക എന്നുള്ളതുമാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രാപഞ്ചികമായ വീക്ഷണം എന്ന് പറയുന്നത്.